ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ തേർഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ തേർഡ് ഡേ രാമോജിക്കാണ് പോയത്. അപ്പോൾ രാമോജിക്ക് നമ്മൾ വളരെ രാവിലെ തന്നെ ഇറങ്ങി. കാരണം ഇത്തിരി ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 1.5 hours ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രാമോജിക്ക് പോകുന്നുള്ള വഴിയാണ്. നല്ല രസമാണ് കാണാൻ. നല്ല പല കളറിലുള്ള ബൊഗെൻവില്ല പോണ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാമോജിയിൽ എത്തിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് അവിടെ ഇഡ്ഡലി, പൊങ്കൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായില്ല. ബട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയ കാരണം അവിടെ തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ ടിക്കറ്റിൻ്റെ ചാർജ് പറയുന്നത് 1500 ഒക്കെ വരെ പോവും. അത് പെർ ഹെഡ് 1500 ആണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. പിന്നെ വേറെ 2 കൈൻഡ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റാണ്. അതിന് തെളിയും കോസ്റ്റാണ്. അറൗണ്ട് 1800 2000 എത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് അങ്ങനത്തെയാണ് വാങ്ങിയത്. ബാക്കി 4 നോർമൽ ടിക്കറ്റ് വാങ്ങി. 2 അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് വാങ്ങി. അപ്പോൾ അത് കൈമ ഒരു ബാൻഡ് കിട്ടും. രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. മീൻസ് അത് ഒരെണ്ണം ഓറഞ്ച് ബാൻഡ്, ഒരെണ്ണം ബ്ലൂ ബാൻഡാന്ന് തോന്നുന്നു. ഓറഞ്ചാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്താ പറയുക ടിക്കറ്റിൻ്റെ ബാൻഡ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബസ്സിലാണ് കേട്ടോ കൊണ്ടുപോവുക എല്ലാ സ്പോട്ടും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം നല്ല വെയിലാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു 2-3 ഷോ ഉണ്ടാവും. അപ്പോൾ ആ ഷോ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ ഷോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഷോ സ്റ്റണ്ട് ഷോ ആണ്. ഭയങ്കര എന്താ പറയുക ലൗഡ് നോയ്സൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് സാമിൻ്റെ കാര്യം മറന്നു. സാം ആക്ച്വലി ഉറങ്ങുമായിരുന്നു. അത് കേട്ടിട്ട് പോലും അവൻ എണീറ്റില്ല. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു, അവൻ പേടിച്ചാലോ ശബ്ദം കേട്ടിട്ട് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവൻ ഉറക്കത്തിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കണ്ട ബസ്സിൽ, ആ ബസ്സിലാണ് നമ്മൾ ഓരോ സ്പോട്ട് അവർ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. ആ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും ഈ ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്, ആ പാട്ടിൻ്റെ സീക്വൻസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ബസ് ഒരു ഓപ്പൺ കൈൻഡ് ഓഫ് ബസ്സാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനും കാണാൻ പറ്റും. അവരങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കൂടുതലും ബോളിവുഡ് ഫിലിംസിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. മലയാളം ഫിലിംസിൻ്റെ ഷൂട്ട് ചെയ്തത് അങ്ങനെ പറഞ്ഞ് കേട്ടില്ല ഞാൻ. കൂടുതലും കന്നഡ, തെലുങ്ക്, ഹിന്ദി ഫിലിംസിൻ്റെ ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഈ ഇങ്ങനത്തെ സ്പോട്സ് ഉണ്ടാവും. ഇങ്ങനെ മെയിൻ സ്പോട്സിൽ അവർ ഇറക്കും. ഇതുപോലെ രാമായണം, മഹാഭാരതത്തിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആ സെറ്റൊക്കെ നമുക്ക് ഇറങ്ങി നിന്നിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിൽ കയറും. പിന്നെ അവർ വീണ്ടും അടുത്ത നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇറക്കും. അങ്ങനെ കൊണ്ടുപോകലാണ് പതിവ്. പിന്നെ നമ്മൾ ഉച്ചയോടുകൂടി ബാഹുബലിയുടെ സെറ്റിൻ്റെ അവിടെ എത്തി. ബാഹുബലി സെറ്റിൽ അത്യാവശ്യം ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഒരു 1 or 2 hours അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് എല്ലാതും കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും. പക്ഷെ അവിടെ നല്ല വെയിലാണ്. നമ്മൾ കറക്റ്റ് ഒരു ഉച്ച സമയത്തായിരിക്കും എല്ലാ സ്പോട്ടും കണ്ടു കഴിഞ്ഞ് ബാഹുബലിയുടെ സെറ്റിലേക്ക് വരിക. അത് കഴിഞ്ഞ് അവിടെ തന്നെ നമുക്ക് ലഞ്ചിനുള്ള സൗകര്യവും ഉണ്ട്. ലഞ്ച് അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒരുവിധം ബാഹുബലി മീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര മീൻസ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ള സാധനം തോന്നുന്നു ബാഹുബലി മീൽസ്. നമുക്കതൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലഞ്ച് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീണ്ടും ബസ്സിൽ വേറെ കുറച്ച് സ്പോട്ട്സും കൂടി ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ മിസ്സായി. ഒരു സ്പോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ വേഗം ശരത്തും മാർക്കിയാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൽ കയറിയത്. അവിടെ കുറച്ച് നമുക്ക് ടൈം പോയിട്ടുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് നമുക്ക് തന്നെ കുറച്ച് മിസ്സാവുകയും ചെയ്തു കുറച്ച് പ്ലേസസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു യൂറോപ്യൻ സിറ്റി പോലത്തെ ഒരു സിറ്റി ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് കൈൻഡ് ഓഫ് ബിൽഡിങ്സും അങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ തേർഡ് ഡേ ഏകദേശം അവസാനിച്ച പോലെയായി. അപ്പോൾ അത്രയാണ് രാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.